മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് പരലോകത്ത് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ജമാഅത്തിന് ഹാജരാകാതിരുന്ന ആളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നല്ലൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരായത്ത് യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. യൗമ യുക്ശഫു അൻ സാഖിൻ, കാര്യം വളരെ ഗൗരവത്തിലെത്തുന്ന ദിവസം പറഞ്ഞാൽ മനുഷ്യൻ കണങ്കാൽ ഉയർത്തുന്ന ദിവസം എന്ന അർത്ഥം. കണങ്കാൽ എന്ന് വസ്ത്രം നീക്കി പിടിക്കുന്ന ദിവസം. എന്താണ് ആ പ്രയോഗം? ഗൗരവതരമായ ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഓടാൻ വേണ്ടി തുണി കൊട്ടിപ്പിടിക്കുക. അത്ര ബേജാറുണ്ടാകുന്ന ആ ദിവസം സുജൂദ് ചെയ്യുന്നടാ, നിസ്കരിക്കുന്ന പടത്തോൻ അവിടെ വെച്ച് പറയും. എന്തിനാണ് പറച്ചിലേറിയോ? അവിടെ വെച്ച് നിസ്കരിക്കേണ്ട, അവിടെ കർമ്മത്തിന്റെ മണ്ഡലമൊന്നുമല്ല പരലോകം. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നു പറഞ്ഞു നോക്കുക. നിസ്കരിക്കാൻ പൂതിണ്ടപ്പോ ഈ കൗമിന് ഫലായസ്തഖിയൂൻ, അവർക്ക് കഴിയില്ല, മുട്ടുവളയില്ല. അവരുടെ കണ്ണുകളെല്ലാം ഭയചകിതമാണ്, തുറിച്ചു നിൽക്കുന്ന നിന്നിരാവരണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. വഖദ് കാനൂ യുദഊന ഇല സുജൂദ്, സുജൂദിലേക്ക് വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. വഹും സാലിമൂൻ, ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്ത കാലത്ത് പള്ളിയിലേക്ക് വരിയെന്ന് വിളിച്ചിരുന്നു, അപ്പൊ അവർ പോയിരുന്നില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ അഗ്രേസരനായി അറിയപ്പെടുന്ന റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാനൂ യസ്മഊനൽ അദാന വന്നിദാഅ ലിസ്സലാത്തി ഫലാ യുജീബൂൻ, നിസ്കാരത്തിന് വിളിച്ചുകൊണ്ടുള്ള ബാങ്കും വിളിയും ഒക്കെ അവർ കേട്ടിരുന്നു, പക്ഷേ അവരതിന് ഉത്തരം കൊടുത്തിരുന്നില്ല. പള്ളിയിലേക്ക് പോകാൻ അവർക്ക് മനസ്സിലായിരുന്നു. ഇതേ അഭിപ്രായം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇബ്രാഹിം അൻ-നഖഈ, ഇബ്രാഹിം അത്തൈമി, ഹാഫിദ് ഇബ്നുൽ ജൗസി പോലെയുള്ള പ്രമുഖരായ സലഫി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുകളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു തഫ്സീറാണ് ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, നല്ല ആരോഗ്യമുള്ള സമയത്ത് സുജൂദിലേക്ക് വേണ്ടി അവർ വിളിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹീന കാനൂ യുദഊന ഇല സ്വലവാത്തി, നിസ്കാരങ്ങളിലേക്ക് അവർ വിളിക്കപ്പെട്ടിരുന്നു. ബിൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കും ഇഖാമത്തൊക്കെ അവർ കേൾക്കും, പക്ഷേ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ സന്ധ്യ ഒന്നാണ് പൊന്തൂല. വകാനൂ സാലിമീന, നല്ല ആരോഗ്യമുള്ളവരായിരുന്നു അവര്. ഖാദിരീന അല സ്വലാത്തി, നിസ്കാരം നിർവഹിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത കഴിവുറ്റവരായിരുന്നു. വഫീ ഹാദാ, ഈ ആയത്തിലുണ്ട് വഈദുൻ, താക്കീദുണ്ട്. ഈ ആയത്തിൽ താക്കീദുണ്ട്. റബ്ബ് സുബ്ഹാനഹു താക്കീദ് നടത്തിയിരിക്കുകയാണ്. ആരോട്? ലിമൻ ഖഅദാനിൽ ജമാഅത്തി, ജമാഅത്തിൽ പങ്കെടുക്കാതെ ചടഞ്ഞുകൂടി ഇരിക്കുന്നവനുള്ള ഉഗ്രൻ താക്കീദ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. വലം യുജിബിൽ മുഅദ്ദിന ഇലാ ഇഖാമത്തി സ്വലാത്തി ഫിൽ ജമാഅത്തി, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇദാ വരൂ ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്നുള്ള വിളിക്ക് ഉത്തരം കൊടുക്കാതെ ജമാഅത്തിൽ പങ്കെടുക്കാതെ അലസനായി ചടഞ്ഞുകൂടി ഇരിക്കുന്നവന് പരലോകത്ത് നടക്കാൻ പോകുന്ന പ്രയാസകരമായ ഈ വിഷയത്തെപ്പറ്റി റബ്ബ് പറഞ്ഞ ഈ ആയത്തിൽ ശക്തമായ താക്കീതുണ്ട്. ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, ഈമാനുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ അവസാന വാള്യത്തിൽ ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്. ഇത് സൂറത്തുൽ ഖലമിലുള്ള, സൂറത്തുൽ ഖലം എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിൽ 42 43 ആയത്താണ്. അപ്പൊ അവിടെയും അങ്ങനെയാണ് വിഷയം. അപ്പൊ ഒരു കേവല സുന്നത്തായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഇത് പങ്കെടുത്തില്ലെങ്കിൽ, അകാരണമായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ കുറ്റം തന്നെയാണ് എന്ന് തന്നെ ചിന്തിച്ച് ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ, നബി ഇതിങ്ങനെ പറയാ മാത്രമല്ല, നബിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ചരിത്രങ്ങൾ. പ്രവാചകൻ ജമാഅത്തിന് പോകാൻ വേണ്ടി സഹിച്ച ത്യാഗം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലായിട്ടാണ് ജമാഅത്ത് നിർവഹിച്ചത്. യുദ്ധരംഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന ആ സമയത്ത് വരെ ഓർമ്മ വരുമ്പോഴൊക്കെ നബി എന്താ പറയുന്നത്? പള്ളിയിൽ ജമാഅത്തിന് പോകണല്ലോ എന്നാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന മനുഷ്യന്റെ കരളലിയിപ്പിക്കുന്ന ഒരു ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹു എന്ന് സഹാബി പറയുകയാണ്, ദഖൽതു അലാ ആയിഷ, ഞാൻ ആയിഷ ബീവിയുടെ അരികിൽ പ്രവേശിച്ചു ഒരു ദിവസം. പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, സത്യവിശ്വാസികളായ നമ്മുടെ എല്ലാം ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ അരികിൽ ഞാൻ ഒരിക്കൽ കടന്നു ചെന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അഫലാ തുഹദ്ദിസീനി അൻ മർളി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി മരിക്കാൻ പോയ ആ സമയത്തുണ്ടായ നബിയുടെ രോഗത്തെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ അവസ്ഥ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം അങ്ങന്ന് എന്ന് പ്രവാചകന്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. കാലത്ത് അവർ പറഞ്ഞു, ബലാ, ഞാൻ പറഞ്ഞു തരാം, ഇരിക്ക്. അങ്ങനെ ആയിഷ ബീവി ഒരു സംഭവം പറയും. സുഖിലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി ഒരിക്കൽ ഭയങ്കര ക്ഷീണം, രോഗം വളരെ മൂർച്ഛിച്ചിട്ടുണ്ട്. ആ സമയത്ത് റസൂൽ ചോദിച്ചു, സല്ലന്നാസ്, നിസ്കരിച്ചോ, നിസ്കാരം കഴിഞ്ഞോ, പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. ഖുൽനാ, ഞങ്ങളൊക്കെ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല. ഹും യൻതളിറൂനക, ജനങ്ങളെല്ലാം പള്ളിയിൽ കടിച്ചുകൂടി കാത്തിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്. കാലാ സമയത്ത് റസൂൽ പറയുന്നു, വഴൂലി മാഅൻ ഫിൽ മിഖ്ലബി, ഒരു തൊട്ടിയിൽ അല്പം വെള്ളം കൊണ്ടുവരൂ, ഞാനൊന്ന് കുളിക്കട്ടെ. ഉന്മേഷം കിട്ടാൻ വേണ്ടി ക്ഷീണിച്ചു കിടക്കുന്ന റസൂലുള്ള ഒരു ഉന്മേഷത്തിന് വേണ്ടി തലയിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി അങ്ങനെ നബി തിരുമേനി ഒന്ന് കുളിച്ചു. റസൂലുള്ള കുളിക്കുകയും അങ്ങനെ ഇരുന്നിട്ടാ കുളിക്കുന്നത്, നിന്ന് കുളിക്കാൻ വയ്യാഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേച്ച് എഴുന്നേൽക്കുന്ന സമയം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ബോധം കെട്ടു വീണു, ബോധരഹിതനായി റസൂലുള്ള വീണു. സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. അപ്പോഴും റസൂലുള്ള ബോധം തെളിഞ്ഞ ഉടനെ സഹാബത്തിനോട് ചോദിക്കുന്നത്, സല്ലന്നാസ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ, നിസ്കാരം കഴിഞ്ഞോ? ഖുൽനാ, അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, നിസ്കാരം കഴിഞ്ഞിട്ടില്ല. ഹും യൻതദിറൂനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോഴും നബി പറഞ്ഞു, ഒരു തൊട്ടിയിൽ ഇത്തിരി വെള്ളം കൊണ്ടുവരൂ, ഞാൻ ഒന്നുകൂടെ കുളിച്ച് ഒരുങ്ങി നോക്കട്ടെ. വീണ്ടും നബി ഇരുന്നു, വെള്ളമൊഴിച്ചു തലയിൽ ഒരു ഉന്മേഷത്തിന് വേണ്ടി. പിന്നെ നബി എഴുന്നേൽക്കാൻ ആരംഭിച്ചപ്പോഴേക്ക് ഫൗഖുമിയാലൈഹി, പിന്നെയും ബോധക്ഷയുണ്ടായി, ബോധം കെട്ടി വീഴാണ്, അത്രയും ക്ഷീണിച്ച അവസ്ഥ. പിന്നെ നബിക്ക് ബോധം തെളിഞ്ഞപ്പോൾ നബി പിന്നെയും ചോദിക്കുന്നു, സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ, ജമാഅത്ത് കഴിഞ്ഞോ? ഖുൽനാ, അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, കഴിഞ്ഞിട്ടില്ല. ഹും യൻതദിറൂനക യാ റസൂലല്ലാഹ്, അവർ നിങ്ങളെ കാത്തിരിപ്പാണ്. ആ സമയത്ത് നബി 4-ാം പ്രാവശ്യവും ആവശ്യപ്പെടുന്നു, ദഊലി മാഅൻ ഫിൽ മിഖ്ലബി, ഇത്തിരി വെള്ളം എനിക്ക് കൊണ്ടുവന്നു തരൂ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. ഇരുന്നു കൊണ്ട് വീണ്ടും നബി കുളിച്ചു. എന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഫൗഖുമിയാലൈഹി, വീണ്ടും ബോധരഹിതനായി വീഴുന്നു. പിന്നെയും ബോധം തെളിഞ്ഞപ്പോൾ റസൂൽ ചോദിക്കുന്നു, സല്ലന്നാസ്, നിസ്കാരം കഴിഞ്ഞോ? ഓർമ്മ വരുമ്പോ ചോദിക്കുന്നത്, പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞോ എന്നാണ്. ഇല്ല, കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ നബി പിന്നെയും ശ്രമിച്ചു നോക്കണം, പോകാൻ കഴിയോ നോക്കി, ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ഉന്മേഷം വരുത്താൻ നോക്കുക. അപ്പോഴൊന്നും കഴിയുന്നില്ല. അവസാനം നബിയോട് അവർ പറഞ്ഞു, നബിയെ, നിങ്ങളെ കാത്തിരിക്കുക തന്നെയാണ്. മസ്ജിദി, ജനങ്ങളൊക്കെ പള്ളിയിൽ ഇരിക്കുകയാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കാത്തിരിക്കുകയാണ്. ഏതാ നിസ്കാരം? വിഷയാണ്, രാത്രി വളരെ വൈകിയിട്ടുണ്ട്, ജനങ്ങൾ കാത്തിരിക്കുകയാണ്, നബി വരട്ടെ എന്ന് വിചാരിച്ചു. ആ സമയത്ത് നബിക്ക് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞ്, സൂബിയൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് ഇമാമായിട്ട് നിൽക്കാം, എനിക്ക് വയ്യ. സിദ്ദീഖുൽ അക്ബറിനോടൊന്ന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. ഫാതാഹു റസൂൽ, സിദ്ദീഖുൽ അക്ബറിന്റെ അടുക്കൽ പ്രവാചകന്റെ ദൂതൻ ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലദാ യഅ്മുറുകാൻ തുസല്ലിയ ബിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കൊന്ന് ഇമാമായിട്ട് നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഫഖാല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് തീരെ മനക്കെട്ടില്ലാത്ത മനുഷ്യനാണ്. കാന റജുലൻ റഖീഖൻ, അദ്ദേഹം ഉമറിന്റെ അടുത്ത് ചൂണ്ടിയിട്ട് പറഞ്ഞു, യാ ഉമർ സല്ലി ബിന്നാസ്, ഉമറേ, നിസ്കരിക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ നിന്നിരുന്ന മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള ത്രാണി എനിക്കില്ല ഉമറേ, എനിക്കതിനുള്ള മനക്കെട്ടിയില്ല. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അൻത അഹഖു ബിദാലിക്, നിങ്ങൾ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യൻ, അതുകൊണ്ട് അങ്ങ് നിൽക്കണം. അങ്ങനെ ആ സമയത്ത് ഫസല്ല അബൂബക്കർ തിൽക്കലയ്യാം, ആ ദിവസങ്ങളിലൊക്കെ സിദ്ദീഖുൽ അക്ബറാണ് ഇമാമത്ത് നിന്നത്. ഇവിടെയൊക്കെ എന്താണ്, തീരാവശനായിട്ട് കിടക്കുന്ന ആ സമയത്ത് വരെ റസൂലുള്ള പള്ളിയിൽ തന്നെ പോയിട്ട് ജമാഅത്തായിട്ട് നിർവഹിക്കണം എന്നുള്ള ആ ഒരു താല്പര്യമാണ്. അത് ഈ ലോകത്ത് സ്വഹാബത്ത് ആ ചരിത്രം പഠിപ്പിച്ചിരുന്നത്, അത് ലോകത്തൊരു മാതൃകയാണ്. പ്രയാസമുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത കാരണമാണ് ഇവിടെ നബിക്ക്, എന്നിട്ടും നബി അതിന് താല്പര്യം കാണിക്കുന്നു എന്നർത്ഥം. അവിടെയാണ് നമ്മുടെ ഈ നിസ്സാര കാരണങ്ങൾ, നമ്മളതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ 4 അയലത്ത് പോലും എത്താൻ കഴിയില്ല, ഉറപ്പാണ്. പക്ഷെ ഇത്രയൊക്കെ ചരിത്രങ്ങൾ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നിസ്സാര കാരണങ്ങൾക്ക് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാനാണ് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഈ നോക്കി നിങ്ങൾ,
നബിക്കൊരിത്തിരി നടക്കാൻ വഹിക്കുന്നുണ്ടെങ്കിൽ, അനങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നബി പള്ളിയിലേക്ക് പോയിരുന്ന രൂപം പറയാണ് സഹാബത്ത്. ആയിഷാ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറ്റേ അവശ്യ നിലയിലാണ്. ഫഖറജ, അവിടുന്ന് ജമാഅത്തിന് പുറപ്പെട്ട രൂപം ആയിഷാ ബീവി പറയുന്നത് നോക്കൂ. യുഹാദാ ബൈന റജുലൈനി, രണ്ടാളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട്. യുഹാദ എന്ന് പറഞ്ഞാൽ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് അയ്യഅ്തമിദു അല റജുലൈൻ മുതമായിലൻ ഫീ മശീഹി മിൻ ശിദ്ദത്തിൽ വഅ്തി, രണ്ടാളുടെ ചുമലിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ശരീരം ഒറ്റക്ക് നടക്കാനുള്ള രാഷ്ട്രീയത്തില്ല. എങ്ങനെയാണ് നടക്കുന്നത്? കഅന്നി അൻദുറു റിജ്ലൈഹി തഖുത്താനി മിനൽ വജഇ, റസൂലുള്ളാഹിയുടെ രണ്ട് കാലും ഇങ്ങനെ മണലിലൂടെ ഇങ്ങനെ വരക്കുന്നുണ്ട്. എന്താണ് ആ രൂപം? ലം യകുൻ യഖ്ദിറു വലാ റഫ്ഇഹിമാ മിനൽ അർളി, കാല് പൊക്കാൻ വയ്യ. അപ്പൊ ഒരാളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ കാലിങ്ങനെ നിലത്ത് പിടിച്ച് വരുതല്ലേ, രണ്ടാളുടെ തോളിൽ ഇങ്ങനെ കാലിച്ചിട്ട് ഇങ്ങനെയാണ് പോണത്. കാല് നിലത്ത് തുറക്കാൻ വയ്യ, കാലിങ്ങനെ മണലിൽ കൂടി ഇങ്ങനെ വലിച്ചയച്ചിട്ടാ പോണത്. എന്തിനാ പോണെന്നറിയോ? നബിക്ക് അവിടെ പോയിട്ട് ഭൗതികമായിട്ടൊരു നേട്ടം കിട്ടാല്ല. പള്ളിയിലെ ജമാഅത്തിന് ഞാൻ മരിക്കോളോ എന്റെ നിസ്കാര ജമാഅത്തായിട്ട് തന്നെ നടക്കണം എന്നുള്ള ആ ഒരു മനക്കരുത്ത് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നബി തിരുമേനി ഇത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സുന്നത്ത് ഒന്നുകൂടി ആവർത്തിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം. ആ സുന്നത്ത് പോലെയാണ് ജമാഅത്ത് നിസ്കാരം നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിൽ നബി തിരുമേനിയുടെ ജീവിതത്തിലെ ഈ സംഭവങ്ങളൊക്കെ അസ്ഥാനത്തായി പോകും. വീട് കരിക്കാൻ ഉദ്ദേശിച്ചതും മുനാഫിക്കാണെന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞതും പല രൂപത്തിൽ യുദ്ധരംഗത്ത് നീ പ്രയാസങ്ങൾ സഹിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സുന്നത്തല്ല. അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് പോകൽ നിർബന്ധം തന്നെയാണ്. സംസ്കാരം ശരിയാവും, പക്ഷേ ജമാഅത്തിന് പങ്കെടുക്കാത്തതിന്റെ ശിക്ഷ കിട്ടും എന്ന ഒരു ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് ജമാഅത്തായിട്ട് തന്നെ സുബഹി അടക്കം, ഇതിനാ സുബഹി അടക്കം എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണെന്ന് നമ്മളടിയിൽ. എങ്ങനെയുണ്ട് ചെക്കൻ? ഓനാളും നല്ലോന, എന്റെ 5 വക്തും സുബഹി നിസ്കരിക്കുന്ന ആളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? 5 വക്തും സുബഹി 6ാമത്തെ വക്തുണ്ടായിട്ടല്ല, സുബഹി നിസ്കരിക്കുന്നവനോട്, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവനോട് വലിയ മഹിമുണ്ട്. റസൂൽ അത് പറഞ്ഞില്ലേ, മുനാഫിക്കിന് ഏറ്റവും പ്രയാസം സുബഹിയാണ്. അപ്പൊ സുബഹി വരെ ജമാഅത്തിന് കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എനിക്കതിന് സാധിക്കണം എന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ബാക്കി നമുക്കതിന് വരുന്ന പ്രതിബന്ധങ്ങൾ റബ്ബുൽ ആലമീൻ അറിയുന്നവനാണ്. നമ്മുടെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടാണോ അല്ലേ ആരെയും ബോധിപ്പിക്കേണ്ട അള്ളാഹ്ക്കറിയാം. എനിക്കിപ്പോ എന്തുകൊണ്ടേ പങ്കെടുക്കാൻ സാധിക്കാത്തത് അനിവാര്യമായ കാരണത്താലാണോ അല്ലേ? സ്വന്തം മനസ്സാക്ഷി പറയും. ചിലപ്പോൾ പങ്കെടുക്കാത്തത് നമ്മുടെ മനസ്സിനെ ചൊറിച്ചിലുണ്ടാകും, അത് തന്നെയാണ് തെറ്റും. ഇനി കാരണങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനിയുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ പറയുകയുണ്ടായി, കനത്ത തണുപ്പ് അല്ലെങ്കിൽ കോരിച്ചെരിയുന്ന മഴ. പ്രവാചകന്റെ കാലത്തൊക്കെ മഴയും തണുപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നമുക്കൊന്ന് മഴയ്ക്ക് കൂടാൻ കുടയുണ്ട്, അന്ന് കുടയൊന്നുമില്ല. ശക്തമായി വെളിച്ചൽ, നമുക്കിന്ന് സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്, എവിടെയും പോകാം, ഏത് ഇരുട്ടത്തും ഒരു പ്രയാസമില്ല. അന്നോ പള്ളിയിൽ സെയ്ത്തെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വെക്കുന്ന ഒരു തിരി ഉണ്ടാവും, പള്ളിന്റെ ഉള്ളിൽ കയറിയ നേരിയ വെളിച്ചം. വേറൊരിടത്തൊക്കെ കൂരിട്ട് എവിടെ ഇലക്ട്രിക് ബൾബും ലൈറ്റൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് പറയുന്നു, അന്നഹു കാന യഅ്മുറുൽ മുനാദിയ ഫയുനാദി ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാരോട് നബി പറയാറുണ്ടായിരുന്നു, ജനങ്ങളോട് വിളിച്ചു പറയാൻ, ജനങ്ങളെ സല്ലൂ ഫീ റിഹാലികും ഫിൽ ലൈലത്തിൽ ബാരിദത്തിൽ മഫീറാ ഫിസ്സഫർ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ മഴ കുത്തിച്ചെരിയുന്ന കനത്ത തണുപ്പുള്ള അവസരത്തിൽ പുറത്തിറങ്ങിയാൽ മരവിച്ച് വീണുപോകുന്ന തരത്തിലുള്ള ഈ സമയത്ത് പുറത്തിറങ്ങണ്ട, നിങ്ങളുടെ ടെന്റുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ എന്ന് വിളിച്ചു പറയാൻ പ്രത്യേകം നബി പറയാറുണ്ടായിരുന്നു. അത് പ്രത്യേക കാരണങ്ങൾക്ക്. അത് ഏതിനുണ്ടല്ലോ, ഏത് നിർബന്ധത്തിനുണ്ടല്ലോ ഒരു റുഖ്സ, ഒരു വിട്ടുവീഴ്ച. അപ്പൊ ഇത്ര വളരെ വളരെ കണിശമായി നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് തോന്നാവുന്ന കാര്യങ്ങൾക്കാണ് ഇസ്ലാം അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേറൊരു എതിർ പറഞ്ഞു തന്നത്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പോകണം, പക്ഷെ കലശലായി നമുക്ക് 1-ാം നമ്പറിനും 2-ാം നമ്പറിനും മുട്ടുകയാണെങ്കിലോ ഒരിളവാണ് എന്ന് പറഞ്ഞാൽ, ജമാഅത്തിന് പങ്കെടുത്താൽ പള്ളി വൃത്തികേടാവും രാവിലെ അല്ലെങ്കിൽ ഏതൊരു സമയത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ സ്വലാത്ത ബിഹദറത്തി തആമിൻ വലാ വഹുവ യുദാഫിഉൽ അഖ്ബസൈനി, ഒന്ന് ഭക്ഷണം ഹാജരായ സമയത്ത്, അതികഠിനമായ വിശപ്പ്, അങ്ങനത്തെ ഒരു അവസ്ഥയും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. വേറൊന്ന്, ഇതിനു വേണ്ടി കാര്യമായിട്ട് നമുക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി മുട്ടുകയാണ്, പങ്കെടുത്താൽ ആകെ പ്രശ്നമാവുന്നുണ്ടെങ്കിൽ അപ്പൊ അത് നിർവഹിച്ചിട്ട് നമ്മൾ ബാക്കി കിട്ടിയാൽ മതി. അങ്ങനത്തെ ചില കാരണങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് അക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും പ്രസക്തമായത്. ഇനി അന്ന് തണുപ്പും മറ്റു കാര്യങ്ങളും പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അതൊക്കെ അറിയുന്നവൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. അതേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടുള്ളൂ. എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ടത് ഓരോരുത്തർക്കും അറിയാം. ഞാൻ ഇപ്പം ഇന്ന വക്തിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ വല്ല അലസതയാണോ, അതോ ഞാൻ വിചാരിക്കാത്ത മട്ടിൽ എനിക്ക് വന്ന വല്ല പ്രതിബന്ധങ്ങളാണോ? എന്റെ അലസതയാണെങ്കിൽ ഞാൻ തെറ്റുകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ല, എന്നെ കൊണ്ടൊന്നും പറ്റാത്ത രൂപത്തിലുള്ള പ്രതിബന്ധം വന്നുപെട്ടതാണെങ്കിലോ റബ്ബുൽ ആലമീനായ അല്ലാഹു അത്യധികം പൊറുക്കുന്നവനും എല്ലാ പ്രയാസങ്ങളും അറിയുന്നവനും. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവുക. അതുകൊണ്ട് അകാരണമായി ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ കാര്യമായി ശ്രമിക്കുക. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ കർമ്മമായി തീരാൻ ഈ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കുകയും ചെയ്യും.